സുരാജിന്റെ വിക്രത്തിന്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും അടിപൊളി. മലയാളത്തിൽ നിന്ന് ഒരു പച്ചം അഭിനേതാക്കളാണല്ലോ ചിത്രത്തിലുള്ളത്. അവരൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ എന്താ പറയാ, ഇപ്പോഴത്തെ അടിപൊളി പെർഫോമൻസ് തന്നെ, അടിപൊളി ഫിലിമാണ്. ഞങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യാനാണ് വന്നത്. വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നല്ലോ, പക്ഷെ ഇത് അടിപൊളി തന്നെ, അടിപൊളി. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? വിക്രമൻ അടിപൊളിയായിട്ടുണ്ട്. പഴയ തൂളുമൂട് അടിപൊളിയത്. படம் வேற லெவலில் இருந்துச்சு. எக்ஸ்பெக்ட் பண்ண மாதிரியே சியான் அவங்களோட ஒர்க் ஆஸ் யூஷுவல் பண்ணிட்டார். வேற லெவல் ஸ்டண்ட். நல்லா இருந்துச்சு. பார்ட் 1ல தான் கதை தெரியும். ஆக்டிங் வேற லெவல். இதுதான் மிகப்பெரிய ஹிட்டாக இருக்கும். கண்டிப்பாக பிளாக் பஸ்டர் தான். ஆமாம், கிளைமேக்ஸ் ட்விஸ்ட் அதுதான். அதே ரிவ்யூவில் சொல்லக்கூடாது, நீங்கள் போய் படத்தை பாருங்கள். என்ன உனக்கு ഏറ്റവും കൂടുതൽ பிடிச்சிருக்கு? ஆக்ஷன் ஐட்டம்ஸ் தான். ஃபைட் வேற மாதிரி இருந்துச்சு. எக்ஸ்பெக்ட் பண்ண மாதிரியே சியான் அவரோட கம்பேக் கொடுத்துட்டாரு. ஸோ சாட்டிஸ்ஃபைட். வேற மாதிரி பர்ஃபார்மன்ஸ் தானே? ஆஸ் யூஷுவல் எப்போதுமே ராக் பர்ஃபார்மன்ஸ் தான், பட் இந்த வாட்டி எக்ஸ்ட்ரா ராக். அதுதான் மூவியில் ஸ்பெஷல். നല്ല പടം കൊള്ളായിരുന്നു. നല്ല പടം. കാരണം മലയാളത്തിൽ നിന്ന് ഒരു പറ്റം അഭിനേതാക്കളുണ്ടല്ലോ അതിൻ്റെ അകത്ത്. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. സുരാജ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ആദ്യത്തെ തമിഴ് പടം കൊള്ളായിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വിക്രത്തിന്റെ പെർഫോമൻസും എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? മൊത്തത്തിലെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളിന് ശേഷം വിക്രമിന്റെ ഒരു മാസ് പെർഫോമൻസ് കാണാൻ പറ്റി. ഞാൻ ഭയങ്കര ഡൈഹാർഡ് വിക്രം ഫാനാണ്. പുള്ളിയുടെ ഒരു കംബാക്കിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഈ പടം അതെ, കുറച്ച് നാൾ ശേഷം. അങ്ങനെയല്ല, സാധാരണ അരുൺകുമാറിന്റെ ഒരു സ്ലോ പേസ് പോയിട്ട് അങ്ങനെ ആയിരിക്കും സാധാരണ ഒരു ഫാമിലി ഡ്രാമ പ്ലസ് ആക്ഷൻ ത്രില്ലർ. ആ ഒരു രീതിയിൽ ആക്ഷനൊക്കെ നല്ല ഫാൻസിന് പറ്റിയ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. മ്യൂസിക് ആയാലും ബാക്ക്ഗ്രൗണ്ട് ആയാലും എല്ലാം നല്ലായിരുന്നു. അപ്പൊ നാളെ ഈ സിനിമ കാണണം കേട്ടോ എല്ലാവരും. അപ്പൊ നാളെ എന്തായാലും ഈ സിനിമ കാണുക. ഞങ്ങളും ഉണ്ടാവും. നമ്മൾ ഏത് ടൈമിനാ വരികയെന്ന് അറിയില്ല. കുഞ്ഞിന്റെ കംഫർട്ട് അനുസരിച്ച് വരും. എന്തായാലും നാളെ തന്നെ കാണും. നിങ്ങൾ എല്ലാവരും ഈ സിനിമ സപ്പോർട്ട് ചെയ്യുക, ആവണീനെ സപ്പോർട്ട് ചെയ്യുക. അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ക്ഷയിക്കണ്ടെന്ന് കരുതിട്ടാ ചേട്ടൻ പോപ്കോൺ. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും എൻ്റെ മൂവി കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ മെയ് 1-ാം തീയതി ഇറങ്ങാൻ പോകുന്ന റെട്രോ എന്നുള്ള മൂവിയും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. സെറ്റിൽ നല്ല ഫണ്ണായിരുന്നു. അങ്കിൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളും, പിന്നെ സെറ്റിൽ അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഇമോഷണൽ സീൻസും ഓരോ സീൻസും കാണുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു സെറ്റിൽ അന്നേരം എത്ര ഫണ്ണുണ്ടായിരുന്നു എന്ന്. പിന്നെ ഈ ലൈക്ക് ഓഡിയൻസിന് സപ്പോർട്ടായാലും ഓരോ സീൻ വരുമ്പോൾ അവരുടെ കയ്യടിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഗൂസ് ബംസ് പോലെ വന്നു. പിന്നെ ഫൈറ്റിംഗ് സീൻസൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക.